വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 4 വേർഡ്സ് 1 and 2. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും എന്ന് കൽപ്പിച്ചു. എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. പല പ്രാവശ്യങ്ങൾ ഞാൻ ഈ വചനം എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് പകലും വാതിലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വാതിൽ തുറക്കുക. എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞാട്ടെ, നന്നായിട്ടൊന്ന് പറഞ്ഞേ, വാതിൽ തുറക്കുക, വാതിൽ തുറക്കണം, വാതിൽ തുറക്കണം. ഇവിടെ ഈ ഭാഗത്ത് 4-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നു, ആമേൻ, യോഹന്നാന് വേണ്ടി കർത്താവ് ഒരു വാതിൽ തുറന്നു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പറയുകയാണ്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാണിച്ചു തരും. ഇവിടെ യോഹന്നാന് വേണ്ടി കർത്താവ് ഒരു വാതിൽ തുറന്നു. ഈ വാതിൽ എവിടാ തുറന്നത്? സ്വർഗത്തിലാണ് ഈ വാതിൽ തുറന്നത്. സ്വർഗത്തിലാണ് ഈ വാതിൽ തുറന്നത്. സ്വർഗത്തിൽ വാതിൽ തുറന്നിട്ട് കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക. നമ്മളൊക്കെ സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരാണ്. സ്വർഗത്തിൽ പോകാനിരിക്കുന്നവർ രാമേൻ പറഞ്ഞാട്ടെ. ഈ ആമേനെ മിക്കവാറും നിങ്ങൾ സ്തോത്രം ഓടനാവട്ടം ജംഗ്ഷനിൽ പോലും എത്തത്തില്ല. പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ കയറുന്നേ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാമേൻ പറഞ്ഞാട്ടെ. അമേരിക്ക പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാമേൻ പറഞ്ഞാട്ടെ. ഔദേശിക്ക് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, സ്വർഗത്തിൽ വാതിൽ തുറന്നു. സ്വർഗത്തിൽ വാതിൽ തുറന്നു. അപ്പൊ നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരാ. സ്വർഗത്തിൽ പോവും. അതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷേ യോഹന്നാനെ കുറിച്ച് പറയുന്നു, യോഹന്നാൻ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോയ കാര്യമല്ലത്. മരണശേഷം യോഹന്നാൻ സ്വർഗത്തിൽ പോയ കാര്യമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവനോടെ ഇരിക്കുന്ന യോഹന്നാൻ സ്വർഗത്തിലേക്ക് കയറി എന്നതാണ് അവിടുത്തെ ചിന്താവിഷയം. അതിൻ്റെ 1-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, യോഹന്നാനെ കുറിച്ച് പറയുന്നു, യോഹന്നാൻ മരിച്ചവനെ പോലെയായെന്ന്. അപ്പൊ യോഹന്നാൻ മരിച്ചിട്ടില്ല, മരിച്ചവനെ പോലെയായി. അപ്പൊ മരണശേഷം ഒരാൾ സ്വർഗത്തിൽ പോകും, അതല്ല ഇവിടുത്തെ വിഷയം. മരിക്കുന്നതിന് മുൻപേ ജീവനോടിരിക്കുന്ന യോഹന്നാനെ കർത്താവ് വിളിക്കുകയാണ്, ഇവിടെ കയറി വരിക. ഞാനത് ഒത്തിരി വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ കർത്താവ് അവനോട് ഇവിടെ കയറി വരിക എന്ന് കർത്താവ് പറയുന്നതിൻ്റെ ആത്മീക അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ യോഹന്നാനെ ആത്മീകതയുടെ ഒരു ഉയർന്ന മണ്ഡലത്തിലേക്ക്, ഒരു ഉയർന്ന മേഖലയിലേക്ക് കർത്താവ് കയറ്റാൻ ആഗ്രഹിക്കുന്നതാ ആ ഒരു വാക്യം എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമോ? ആത്മീകതയുടെ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയല്ല, ഒരു ഉയർന്ന മേഖലയിലേക്ക്, ഒരു ഉയർന്ന മണ്ഡലത്തിലേക്ക് യോഹന്നാനെ കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ട് പറയുക, ഒരു വാതിൽ തുറന്നിട്ട് പറയുക, നീ ഇവിടേക്ക് എന്ത് ചെയ്യുക, കയറി വരിക. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് ഈ പകൽ വന്നിരിക്കുന്ന യമക്കോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, അവൻ നമ്മൾ താഴോട്ട് പോകുന്നവരാകരുത്, മുകളിലോട്ട് കയറുന്നവരാകണം. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭത്തിലെ ആവേശങ്ങളൊന്നും മാസങ്ങൾ കഴിയുമ്പോൾ കെട്ടുപോകരുത്, ആഴ്ചകൾ കഴിയുമ്പോൾ കെട്ടുപോകരുത്. അതാണ് ഇന്നത്തെ ആത്മീക സമൂഹത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ താഴോട്ട് പോകുന്നവരാകരുത്. എന്തിൽ താഴോട്ട് പോകുന്നവരാകരുത്? ആത്മീക ജീവിതത്തിൽ താഴോട്ട് പോകുന്നവരാകരുത്. പ്രാർത്ഥനാ ജീവിതത്തിൽ താഴോട്ട് പോകുന്നവരാകരുത്. കയറുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. കയറുന്നവരാകണം. എനിക്ക് തോന്നുന്നു സൺഡേ സ്കൂളിലെ ഗ്രൂപ്പിനകത്താന്ന് തോന്നുന്നു ബോസ് പാസ് ഒരു വീഡിയോ ഇട്ടത് ഞാൻ ശ്രദ്ധിക്കാനിടയായി. അതിനകത്ത് കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ മുട്ടയിലിരുന്ന് ആത്മനിറവിൽ അന്യഭാഷ പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ഞാൻ അവരെയൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ടും നോക്കി. അതിൻ്റെ ഒരു പുക പോലുമില്ല. 21-ന്റെ കത്തല് 21 തീരുമ്പം തീരാനാണെങ്കിൽ തീർന്നു പോയാൽ നമ്മൾ കയറുകല്ല, താഴോട്ട് പോകുക. സ്തോത്രം. അതുകൊണ്ട് ദൈവജനത്തോട് ഞാൻ പറയാം, ആത്മീക ജീവിതം എന്ന് പറയുന്നത് താഴോട്ട് പോകാൻ എളുപ്പമുള്ളതാ, കയറാൻ ബുദ്ധിമുട്ടാ.
രക്തത്താൽ ജയമെടുക്കുക. സ്തോത്രം. അതുകൊണ്ട് അവൻ യോഹന്നാനെ ഇവിടെ സ്വർഗം വിളിക്കുന്നു, ഇവിടെ കയറി വരിക. അപ്പോൾ ഈ കയറുക എന്ന് പറയുന്നത് തൻ്റെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ആത്മീക മേഖലയോടുള്ള ബന്ധത്തിലെ ഒരു കയറ്റത്തിന് വേണ്ടിയുള്ള ഒരു വാതിലാണ് യോഹന്നാന് വേണ്ടി കർത്താവ് തുറന്നിട്ടിരിക്കുന്നത്. ഇതിനകത്ത് വന്ന ദൈവമക്കൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആത്മീക ജീവിതത്തിനകത്ത് ഒരു കയറ്റം വേണം എന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ വാതിൽ കർത്താവ് എന്ത് ചെയ്തത്? തുറന്നത്. അപ്പോൾ ഈ വാതിൽ തുറന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. അതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് അവിടെ. ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ഞാൻ എന്ത് ചെയ്യും? കാണിച്ച് തരും. അപ്പോൾ ഈ വാതിൽ തുറന്നപ്പോൾ അവ യോഹന്നാന്റെ മുമ്പിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വെളിപ്പാടിന്റെ ലോകം തൻ്റെ മുമ്പിൽ മറം നീങ്ങിപ്പോയി. സ്തോത്രം. ഒരു വെളിപ്പാടിന്റെ ലോകം തൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു. ഭാവിയിൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്കെന്ത് ചെയ്യാം? കാണിച്ചു തരാം. അങ്ങനൊരു വെളിപ്പാടിലേക്ക് ഈ മനുഷ്യനെ എത്തിക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ ഈ വാതിൽ എന്ത് ചെയ്തത്? തുറന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞ 2-3 വാതിലുകൾ ഓർമ്മയുള്ളവരെന്ന് ചേർന്ന് പറഞ്ഞേ. 1, പ്രാർത്ഥനയുടെ വാതിൽ. 2, വചനത്തിന്റെ വാതിൽ. 3, വിശ്വാസത്തിന്റെ വാതിൽ. 4, പ്രത്യാശയുടെ വാതിൽ. ചിന്തിച്ചതുപോലൊന്നുമല്ല, പുരോഗതിയുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. കൂട്ടത്തിൽ പറയാൻ എളുപ്പമാ. വായ അനങ്ങുമ്പം അവ എന്താന്ന് എനിക്ക് മനസ്സിലാകത്തില്ലല്ലോ, എങ്കിലും വായ അനക്കിയവർക്കായി സ്തോത്രം. അപ്പോൾ 2-3 വാതിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 1, പ്രാർത്ഥനയുടെ വാതിൽ തുറക്കപ്പെടണം. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. ഒരു രാജ്യത്തിന്റെ വാതിൽ നിനക്ക് തുറന്നില്ലേലും, തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ, തുറന്നില്ലേലും പ്രാർത്ഥനയുടെ വാതിൽ തുറന്നു കിട്ടിയവൻ ജയിച്ചിരിക്കും. ഞാനത് പറയാൻ വന്നതല്ല, എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, അതെന്താ ഉദ്ദേശിച്ച് അങ്ങനെ, എന്താ പാസ്റ്റർ അങ്ങനെ? പ്രാർത്ഥനയുടെ വാതിൽ തുറന്നു കിട്ടിയവൻ ജയിക്കും എന്ന് പറയാനുള്ള കാര്യം എന്താ? പറഞ്ഞു തരാം. അവൻ പൗലോസിനെ അവൻ ചങ്ങലക്കകത്തിട്ട് പിടിച്ച് 2 കാലുകളും ആപത്തിനകത്തിട്ട് പൂട്ടിയ അന്ന് രാത്രിയിലും അവൻ പ്രാർത്ഥിച്ചതിന്റെ കാര്യം പ്രാർത്ഥനയുടെ വാതിൽ ദൈവം തുറന്നതുകൊണ്ടാണ്. പറഞ്ഞ മനസ്സിലാകുന്നില്ലോ? ഒരു കൊച്ചു മൂക്കിപ്പന് മതി നമുക്ക് ആരാധന മുടക്കാൻ. എന്താ സഹോദര കൈയടിക്കാത്തെ? വയ്യ വാസേ, കൈക്ക് ഭയങ്കര വേദനയാ. സ്വത്രം പറഞ്ഞാട്ടെ. എന്താ സഹോദരി ഇങ്ങനെ നിൽക്കുന്ന? പോരാ വാസേ, ശരീരം ഭയങ്കര ബലഹീനമാ. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ കൂടെ ഒരു പനിയുടെ കാർമേഘം പോയാൽ ആരാധന ഉഴപ്പുന്ന നമ്മളാണോ കാലും കൈയും പൂട്ടിയിട്ടേക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? പൗലോസിന് പറയാൻ എന്തെല്ലാം എക്സ്ക്യൂസ് ഉണ്ട് അല്ലേ? സ്തോത്രം. കാര്യം ശരീരം മുഴുവനും അടിച്ച് ചന്തസ്ഥലത്തുകൂടെ കഴിഞ്ഞ രാത്രി മുഴുവനും എന്ത് ചെയ്തതാ? വലിച്ചടച്ചതാ. വസ്ത്രം എന്ത് ചെയ്ത്? ഉരിഞ്ഞെടുത്തതാ. കോലുകൊണ്ട് എന്ത് ചെയ്തു? അടിപ്പിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. എണ്ണ തേച്ച് എവിടെങ്കിലും തടവാൻ പോയി കിടക്കേണ്ട പൗലോസ്, പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ? എണ്ണ തേച്ച് തടവി ഒരു സുഖചികിത്സയ്ക്കാ ഇപ്പൊ പൗലോസ് പോണ്ടേ. പക്ഷെ ആമത്തിനകത്ത് വിശ്രമിക്കാനല്ല താൻ മനസ്സ് വെച്ചത്, പ്രാർത്ഥിക്കാനാ. അപ്പൊ എനിക്ക് ദൈവം തന്നൊരു പ്രകാശം ഞാൻ പറയാം. പ്രാർത്ഥനയുടെ വാതിൽ തുറന്നവനെ കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടിയാലും അവൻ പ്രാർത്ഥിച്ചിരിക്കും. എന്താ അത് പറ്റാത്ത? എന്നും ഉപദേശി പ്രാർത്ഥിക്കാം മാമേ, വീട്ടിൽ പ്രാർത്ഥന വെക്കച്ച, പ്രാർത്ഥന മുമ്പോട്ട് വാ സഹോദര എന്ന് ഉപദേശി തള്ളി നിൽക്കാൻ കാര്യം എന്താണെന്നറിയോ? ഇതുവരെയും ആ ഡോർ തുറന്നിട്ടില്ല, ആ ഡോർ ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ പ്രാർത്ഥനയുടെ വാതിൽ തുറന്നാൽ ഏത് സ്ഥാനത്തും ഒരു ദൈവത്തിന് നിൽക്കാൻ പറ്റും. അതാണ് പ്രാർത്ഥനയുടെ വാതിലിന്റെ പ്രത്യേകത. അപ്പൊ 2-3 വാതിൽ ഞാൻ പറഞ്ഞു. 1 പ്രാർത്ഥനയുടെ വാതിൽ, 2 വചനത്തിന്റെ വാതിൽ, 3 വിശ്വാസത്തിന്റെ വാതിൽ, 4 പ്രത്യാശയുടെ വാതിൽ. ജീവിതത്തിൽ ഇതുവരെയും പെന്തക്കോസുകാര് ഈ വാതിൽ തുറക്കാൻ പ്രാർത്ഥിച്ചത് എത്രത്തോളം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തന്നെ സംശയമുണ്ട്. അമേരിക്കയുടെ വാതിൽ, UK-യുടെ വാതിൽ, ഉഗാണ്ടയുടെ വാതിൽ, ആഫ്രിക്കയുടെ വാതിൽ, ദ്വീപിന്റെ വാതിൽ, ആ വാതിൽ, ഈ വാതിൽ, വിദ്യാഭ്യാസത്തിന്റെ വാതിൽ, വരുമാനത്തിന്റെ വാതിൽ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ കിടന്ന് മസിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ ഈ സഭാകരല്ലാത്തവരായി സ്തോത്രം പറയുന്നു. അവൻ നമ്മൾ പ്രാർത്ഥിച്ചു കയറേണ്ടത് ഈ വാതിൽ തുറക്കാനാ.
യോഹന്നാന്റെ മുമ്പിൽ കർത്താവ് ഈ വാതിൽ തുറക്കുക. ഇനി കേൾക്കട്ടെ, ഇതിനകത്തൊരു ആത്മീക മർമ്മമുണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യോഹന്നാന്റെ മുമ്പിൽ ഈ വാതിൽ കർത്താവ് തുറക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചേ, യോഹന്നാന്റെ മുമ്പിൽ ഇപ്പോൾ ഈ വാതിലാണോ കർത്താവ് തുറക്കേണ്ടത്? ഇങ്ങനെ ഒരു വാതിലാണോ ഇപ്പോൾ തുറക്കേണ്ടത്? എന്തിന്റെ വാതിൽ? വെളിപ്പാടിന്റെ വാതിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ വാതിൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വാതിൽ, അല്ലെങ്കിൽ ആത്മീക ജീവിതത്തെ ഒന്ന് മുമ്പോട്ട് കയറ്റുന്നതിന്റെ വാതിൽ. ഇതാണോ യഥാർത്ഥത്തിൽ കർത്താവ് തുറക്കേണ്ടത്? പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ, യോഹന്നാൻ ഇപ്പോൾ എവിടെ കിടക്കുന്നത് അറിയോ? യോഹന്നാൻ എവിടെ കിടക്കുന്നത്? പത്മോസ് കാണാൻ ആഗ്രഹിക്കുന്നൊരു സ്വത്രം പറഞ്ഞാട്ടെ. ഇന്നത്തെ അല്ല, അന്നത്തെ. ഇന്ന് പത്മോസ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അന്ന് പത്മോസ് ടൂറിസ്റ്റ് പ്ലേസ് അല്ല. സ്തോത്രം. പിന്നെന്താ അന്നത്തെ പത്മോസ്? കേട്ടില്ല? അന്നത്തെ പത്മോസ് രാജദ്രോഹ കുറ്റം ചുമത്തുന്നവരെ പച്ചയ്ക്ക് പച്ചയായി കൊണ്ടിട്ട് ആഹാരം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അവിടെ കൊണ്ടിടും. ആ പച്ച മാംസത്തിന് വേണ്ടി പറന്നു നടക്കുന്ന കഴുകന്മാർ വന്ന് എന്ത് ചെയ്യും? ഈ ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് എന്ത് ചെയ്യും? സ്തോത്രം, കൊത്തും, കൊത്തിപ്പറിക്കും. അങ്ങനെ പച്ചയ്ക്ക് പച്ചയായി മനുഷ്യന്റെ മാംസം മുഴുവനും അവൻ കൊത്തിയെടുക്കുന്ന ഒരു ഭീകര അന്തരീക്ഷമാണ് ഇപ്പോൾ യോഹന്നാൻ നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നെന്ന എൻ്റെ വിശ്വാസം. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. പക്ഷേ നിങ്ങൾ കേട്ടെ, അവൻ മരണത്തെ മുഖാമുഖമായി കാണുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും നേരിടാത്ത ഒരു പ്രത്യേക പ്രതിസന്ധിക്കകത്ത് യോഹന്നാൻ നിൽക്കുമ്പോൾ അവൻ യോഹന്നാന്റെ ഈ ശരീരത്തെ അപകടത്തിൽ നിന്നും മരണത്തിൽ നിന്നും കഴുകന്മാരുടെ ആ കൊത്തിപ്പറിക്കുന്ന ആ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്നും ആ ഏകാന്തതയിൽ നിന്നും ആ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ആമേ യോഹന്നാനെ അവിടുന്ന് രക്ഷപ്പെടുത്തേണ്ട ഒരു വാതിലല്ലേ ഒന്നാമത് തുറക്കേണ്ടേ? യോഹന്നാന്റെ മുമ്പിൽ ഒന്നാമത് തുറക്കേണ്ടതൊരു വാതിൽ. ഇനി ഞാൻ യോഹന്നാന്റെ പാസ്സാണെങ്കിൽ ഒരിക്കലും ഞാൻ കർത്താവേ, യോഹന്നാൻ ഒരു പ്രാർത്ഥനയുടെ വാതിൽ അവിടെ തുറക്കണേ, വെളിപ്പാടിന്റെ വാതിൽ തുറക്കണേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ യോഹന്നാന്റെ പാസ്സാണെങ്കിൽ എൻ്റെ കണ്ണ് നിറയും. ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ, അവ ഏത് സമയത്തും ജീവൻ പോകാൻ സാധ്യതയുള്ളൊരു സ്ഥാനത്ത് ആര് കിടക്കുന്നത്? യോഹന്നാൻ കിടക്കുന്നത്. എങ്ങനെയെങ്കിലും തമ്പുരാനെ ആരിലൂടെയെങ്കിലും ഒരു വഴി തുറന്ന്, ഒരു വാതിൽ തുറന്ന് ഭക്തനെ അവിടുന്ന് രക്ഷിക്കണേ. ഏതായിരിക്കും എൻ്റെ പ്രാർത്ഥന? പറഞ്ഞത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. ആൽബർട്ട് ഐസി റൂമിൽ കിടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് കർത്താവേ, ആൽബർട്ടിനെ വെളിപ്പാടിലേക്കൊന്ന് കയറ്റണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ആൽബർട്ടിനെ പ്രാർത്ഥനയിലേക്കൊന്നും കയറ്റാൻ ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചത് 2 കൊച്ചു കുഞ്ഞുങ്ങൾ ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്, അതുകൊണ്ട് മരണത്തിൽ നിന്ന് തനിക്കൊരു വിടുതൽ കൊടുക്കണം. ഇതാ ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കൂ, അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അത്രമാത്രം ഒരു അന്തരീക്ഷത്തിലെ യോഹന്നാൻ കിടക്കുന്നേ. സ്തോത്രം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, അവൻ യോഹന്നാന്റെ മുമ്പിൽ തമ്പുരാൻ അവൻ ഒന്നാമത് തുറന്ന വാതിൽ അവൻ പത്മോസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാതിലല്ല ദൈവം തുറന്നേ. സ്തോത്രം. അങ്ങനൊരു വാതിലാ തുറക്കേണ്ടേ. പക്ഷെ ദൈവം തുറന്ന ഒന്നാമത്തെ വാതിൽ മറ്റൊരു വാതിലായിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതിന്റെ അർത്ഥം യോഹന്നാന് വേണ്ടി തമ്പുരാൻ രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നില്ലേ? 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നമുക്കറിയാവുന്ന വാക്യമാ. 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഉറക്കെ പറഞ്ഞ പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു എന്ന് യോഹന്നാൻ പറയണമെങ്കിൽ, സ്തോത്രം, ഇപ്പോൾ താൻ എവിടെ അല്ല? പത്മോസ് എന്ന ദ്വീപിലല്ല. AD 95 യോഹന്നാൻ നാട് കടത്തപ്പെട്ടു പത്മോസിലേക്ക്. സ്തോത്രം. AD 96 യോഹന്നാൻ അവിടുന്ന് എഫെസോസിലേക്ക് തിരിച്ചു വന്നെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ എന്ന ഞാൻ പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു എന്ന് താൻ പറയണമെങ്കിൽ
അവൻ പത്മോസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാതിൽ ദൈവം തുറന്നു കൊടുത്തോ? തുറന്നതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞേ, യോഹന്നാൻ എന്ന ഞാൻ എവിടെ ആയിരുന്നു? പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അവിടുന്ന് രക്ഷപ്പെടാനുള്ള വാതിൽ ദൈവം തുറന്നു കൊടുത്തു ചില നാളുകൾക്ക് ശേഷം. പക്ഷെ യോഹന്നാന്റെ മുമ്പിൽ ദൈവം ആദ്യം തുറന്ന വാതിൽ, തന്റെ ശരീരം അവിടുന്ന് രക്ഷപ്പെടാനുള്ള വാതിലല്ല ദൈവം തുറന്നേ. എൻ്റെ കൂടെ വരുന്നവർക്കായി സ്തോത്രം. പല വാതിലുകളും തുറക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് പകൽക്കാലം കടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നൊരു ദൂത് ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വാതിലായിരിക്കത്തില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ആദ്യം തുറക്കുന്നത്. ദൈവം യോഹന്നാന് വേണ്ടി മരണത്തെ മുഖാമുഖമായി കണ്ട് യോഹന്നാന് വേണ്ടി ദൈവം ആദ്യം തുറന്ന വാതിലെന്ന് പറയുന്നത്, അവൻ ആത്മമണ്ഡലത്തിലൊന്ന് കയറി വരാൻ, വെളിപ്പാടിലൊന്ന് കയറി വരാൻ, പ്രാർത്ഥനയിലൊന്ന് കയറി വരാൻ തുറന്നു കൊടുത്ത വാതിലാ ദൈവം ഒന്നാമത് തുറന്നത്. അപ്പൊ നമ്മൾ യോഹന്നാന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് എന്താ? യോഹന്നാനെ പത്മോസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉള്ള വാതിൽ അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം? തുറക്കണം. പക്ഷെ ദൈവം ആ പ്രാർത്ഥനയെ കൊണ്ട് മാറ്റിവെച്ചു. ദൈവം ആദ്യം തുറന്നത് വെളിപ്പാടിന്റെ വാതിലാ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ അങ്ങനെ ഒരു വാതിൽ ദൈവം തുറന്നേ? വെളിപ്പാടിന്റെ ഒരു വാതിൽ യോഹന്നാന്റെ മുമ്പിൽ ദൈവം എന്തിനാ തുറന്നേ? യോഹന്നാൻ അതിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിന് വേണ്ടി നിൽക്കുന്ന യോഹന്നാന്റെ മുമ്പിൽ ഈ വെളിപ്പാടിന്റെ വാതിൽ എന്തിനാണ് ദൈവം തുറന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അതിനകത്തെ ഓരോ അധ്യായങ്ങളും, 4-ാം അധ്യായം കഴിഞ്ഞിട്ടുള്ള ഓരോ അധ്യായങ്ങളും പരിശോധിച്ചു നോക്കുമ്പോൾ വെളിപ്പാടിന്റെ വാതിൽ ദൈവം തുറന്നത് എന്തിനു വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. 4-ാം അധ്യായം കഴിഞ്ഞു. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഒന്ന് നിന്നേ. വായിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞു വിടാം. അവൻ യോഹന്നാനെ ഈ വെളിപ്പാടിന്റെ വാതിൽ തുറന്ന് ദൈവം അങ്ങോട്ട് കയറ്റുമ്പോൾ എന്താ സംഭവിച്ചത്? ഭാവികാലത്ത് സംഭവിക്കാനുള്ളത് ദൈവം യോഹന്നാൻ എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക. എന്തൊക്കെയാണ് ദൈവം കാണിച്ചു കൊടുത്തത്? 5-ാം അധ്യായത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്ന വെളിപ്പാട് ദൈവം കാണിക്കുന്നു. 6-ാം അധ്യായത്തിൽ ചില മുദ്രകൾ പൊട്ടുന്ന വെളിപ്പാട് കാണിച്ചു. 7-ാം അധ്യായത്തിൽ ദൈവത്തിനുള്ളവരെ ദൈവം വേർതിരിക്കുന്ന വെളിപ്പാട് കാണിച്ചു. 8-ാം അധ്യായത്തിൽ കാഹളമൂതുന്ന വെളിപ്പാട് കാണിച്ചു. ആമേൻ. 10-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന വെളിപ്പാട് കാണിച്ചു. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്ന വെളിപ്പാട് കാണിച്ചു. 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ ആമേൻ വെളിപ്പെടുന്ന വെളിപ്പാട് കാണിച്ചു. 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് കാണിച്ചു. 16-ാം അധ്യായത്തിൽ ക്രോധകലശങ്ങളെക്കുള്ള വെളിപ്പാട് കാണിച്ചു. 17-18 അധ്യായത്തിൽ മതപരമായി രാഷ്ട്രീയപരമായി ബാബിലോൺ എന്ന് പറയുന്ന ദേശത്തെ അധംപതനത്തെ കുറിച്ചുള്ള വെളിപ്പാട് കാണിച്ചു. 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം എന്ന വെളിപ്പാട് കാണിച്ചു. 20-ൽ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ള വെളിപ്പാട്. 21-ൽ പുതിയ ആകാശം പുതിയ ഭൂമിയെ കുറിച്ചുള്ള വെളിപ്പാട്. 22-ൽ അവൻ മഹത്വകരമായ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട്. ഇങ്ങനെ 4-ാം അധ്യായത്തിന് ശേഷം യോഹന്നാന് ദൈവം കാണിച്ചു കൊടുത്ത ഭയങ്കര വെളിപ്പാടുകളാണ് ഇതിനകത്ത് ഓരോ വാക്യത്തിലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയേക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൊ യോഹന്നാന്റെ ഭൗതിക ശരീരം പത്മോസിൽ കിടക്കുമ്പോൾ, കഷ്ടത്തിൽ കിടക്കുമ്പോൾ, മരണത്തെ മുഖാമുഖമായി കണ്ടു കിടക്കുമ്പോൾ, സ്തോത്രം, ഈ ശരീരം രക്ഷപ്പെടുത്താനുള്ള ഏതെങ്കിലും അടിയന്തര വാതിൽ ദൈവം തുറക്കാതെ തമ്പുരാൻ യോഹന്നാൻ ഒന്നാമത് തുറന്നത് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഒരു വെളിപ്പാടിന്റെ വാതിലാ ദൈവം തുറന്നത്. എന്തിനായിരിക്കാം അങ്ങനൊരു വെളിപ്പാടിന്റെ വാതിൽ ദൈവം തുറന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധമുള്ള ഭാഗമാണ്. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ 2-3 അധ്യായങ്ങളിൽ നിന്ന് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താ അവിടെ യോഹന്നാൻ കണ്ട വെളിപ്പാട്? അവ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ കണ്ടത് അവ എന്താണെന്ന് അതിന്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണാം. പെട്ടെന്ന് വായിച്ചേ. 5-ന്റെ 1 മുതൽ അതിന്റെ 5 വരെ പെട്ടെന്ന് വായിച്ചേ.
പുസ്തകത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, യോഹന്നാൻ കണ്ടൊരു വെളിപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നു 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ? ആ പുസ്തകം സീൽ ചെയ്തിരിക്കുകയാണ്. ആ പുസ്തകം മുദ്രയിട്ടിരിക്കുന്ന പുസ്തകമാണ്, സീൽ ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് അവിടെ കാണുന്ന പുസ്തകം. അപ്പോൾ ആ പുസ്തകം സീൽ ചെയ്തിരിക്കുന്നു. പക്ഷേ ആ പുസ്തകത്തിനകത്തുള്ളത് കാണണമെങ്കിൽ ആ പുസ്തകം എന്ത് ചെയ്യണം? തുറക്കണമെങ്കിൽ ഈ സീൽ എന്ത് ചെയ്യണം? ഈ മുദ്ര പൊട്ടണം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ദൂതൻ പറയുകയാണ്. എന്താ ദൂതൻ പറഞ്ഞത്? ആ പുസ്തകം തുറക്കാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, ദൂതൻ പറയുകയാണ് ഈ പുസ്തകം തുറക്കാൻ അതിലെ മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായി ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ യോഹന്നാൻ കാണുകയാണ്. ഈ ദൂതൻ ആരാണ്? ശക്തനാണ്. ഒന്ന് ചേർന്ന് വന്നേ, കരമുയർത്തിയൊരാമേൻ, കരമുയർത്തിയൊരാമേനും കൂടെ പറഞ്ഞാട്ടെ. ഈ ദൂതൻ ആരാണ് പ്രിയരെ? ഈ ദൂതൻ ശക്തനാണ്. പക്ഷേ അവൻ ദൂതന്റെ ശക്തി കൊണ്ട് എന്തോ പൊട്ടില്ല. ഈ പുസ്തകത്തിന്റെ സീൽ എന്ത് ചെയ്യത്തില്ല? പൊട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതെങ്ങനെ പൊട്ടുമെന്ന് ആമേൻ ഈ ദൂതൻ അവിടെ നിന്ന് ഉറക്കെ ചോദിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് പറയുന്നു, പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ആർക്കും എന്ത് ചെയ്തില്ല. ഈ പകൽ ചില വെളിപ്പാടിലേക്ക് പോകാൻ പോവുക. ശ്രദ്ധിച്ചു കേൾക്കണം. യോഹന്നാനെ തമ്പുരാൻ ഇങ്ങോട്ട് കേറി വാ എന്ന് പറഞ്ഞ് കയറ്റിയിട്ട് വെളിപ്പാടിന്റെ ഒരു ലോകം തുറക്കുക. കൂടെ വന്നേ, സ്തോത്രം. വെളിപ്പാടിന്റെ ലോകം തുറക്കുമ്പോൾ യോഹന്നാൻ കാണുന്ന ഒന്നാമത്തെ വെളിപ്പാട് ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പ്രത്യേകത, ആ പുസ്തകം എന്ത് ചെയ്തിരിക്കുന്നു? സീൽ ചെയ്തിരിക്കുകയാണ്. ചുമ്മാതൊരു സീലല്ല. സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഇത് ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ആർക്കും ഈ മുദ്ര പൊട്ടിക്കാൻ കഴിയാത്ത ഒരു മുദ്രയാണ് ഈ പുസ്തകത്തിൽ ഇട്ടിരിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ആ വാക്ക് നിങ്ങൾ കണ്ടോ? ആ പദം നിങ്ങൾ കണ്ടോ? ഈ പുസ്തകം തുറക്കാനോ, എന്താ അവിടെ വായിച്ചത്? പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ആർക്കും എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ കാര്യം എന്താണെന്നറിയോ? ഞാൻ വിശ്വസിക്കുന്നു ചിലരൊക്കെ ശ്രമിച്ചു നോക്കി, ചിലരൊക്കെ എന്ത് ചെയ്തു? ശ്രമിച്ചു നോക്കി. വിടുതൽ വേണ്ടിയവർ കൂടെ തീർന്നു വന്നോണം. ചിലരൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ ആർക്കും എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. യോഹന്നാൻ കാണുന്ന വെളിപ്പാട് ഇതാണ്. യോഹന്നാൻ കാണുകയാണ് ഒരു പുസ്തകം, മുദ്ര. ഇത് തുറപ്പാൻ, ഇത് പൊട്ടിക്കുവാൻ പലരും നോക്കി, പക്ഷെ ആർക്കും എന്ത് ചെയ്തില്ല. അപ്പൊ എല്ലാവരും ഒരുപോലെ പരാജയപ്പെട്ടു നിൽക്കുക. അവിടെ ആർക്കൊക്കെ കഴിഞ്ഞില്ല? സ്വർഗത്തിലെ ദൂതന്മാർക്ക് കഴിഞ്ഞില്ല, ഭൂമിയിലെ വേറൊരു വ്യക്തിക്കും കഴിഞ്ഞില്ല. ആർക്കും കഴിയാതെ ഇങ്ങനെ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് 4-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? പുസ്തകം തുറന്ന് വായിക്കാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ആരാ കരഞ്ഞത്? യോഹന്നാൻ. എപ്പോഴാ കരഞ്ഞേ? യോഹന്നാൻ കരഞ്ഞത് ഈ പുസ്തകം തുറക്കാൻ, ഇത് നോക്കാൻ, ഇത് വായിക്കാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. അടുത്ത വാക്യം എന്താ? അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ
പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യോഹന്നാൻ കണ്ട വെളിപ്പാട് എന്താണെന്നറിയോ? യോഹന്നാന്റെ മുമ്പിൽ ദൈവം തുറന്നു കൊടുത്ത വെളിപ്പാട് എന്താണെന്നറിയോ? ഇപ്പോൾ യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞതല്ല, പറഞ്ഞു കേട്ടതല്ല. സഹോദര, രക്ഷപ്പെടുത്താൻ ഒരാളുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞതല്ല. നിങ്ങൾ കേൾക്കണം ഈ ദൂതെന്താണെന്ന്. ദൂതെന്താന്ന് കേൾക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ആരുടെയെങ്കിലും ഒക്കെ പ്രാർത്ഥന കേട്ട് എന്നെ പത്മോസിന്ന് രക്ഷപ്പെടുത്താൻ ഒരു വാതിൽ നീ എന്ത് ചെയ്യണേ? തുറക്കണേ. അങ്ങനെ തുറന്നാൽ നീ നിൽക്കത്തില്ല. നീ നിൽക്കണമെങ്കിൽ നീ നേരിട്ട് ചിലത് കാണണം. സ്തോത്രം. എന്താ യോഹന്നാനെ ദൈവം നേരിട്ട് കാണിച്ചെന്നറിയാമോ? മോനെ, കണ്ടോടാ, ഒരു മുദ്രയിടപ്പെട്ട പുസ്തകത്തെ നീ കണ്ടോ? ഇത് പൊട്ടിക്കാൻ ഉലകത്തിൽ ആരുമില്ല. പക്ഷെ ഇത് പൊട്ടിക്കാൻ ജയം പ്രാപിച്ച ഒരുത്തനുണ്ടെന്ന് യോഹന്നാൻ കണ്ടത് ആ വെളിപ്പാടിന്റെ വാതിൽ തുറന്നപ്പോഴാ. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. എനിക്കറിയത്തില്ല നിങ്ങൾ വെറുതെ കൈയടിക്കുകയാണോ, എനിക്കറിയില്ല. വെറുതെ കൈയടിക്കുകയാണെങ്കിൽ പ്രയോജനമില്ല. നിങ്ങളുടെ ക്ഷീണം കൂട്ടാമെന്നേ ഉള്ളൂ. പക്ഷെ ദൂതകത്ത് കത്തുന്നെങ്കിൽ വിടുതല. സ്തോത്രം. നിങ്ങൾ കണ്ടോ, നിങ്ങൾ കേട്ടോ? തമ്പുരാൻ പറഞ്ഞു, പത്മോസിന്നൊക്കെ രക്ഷപ്പെടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, അതിനുവേണ്ടി വാതിൽ തുറക്കുന്നത് അവിടെ നിൽക്കട്ടെ. ഞാൻ നിനക്കൊരു വെളിപ്പാട് തരാം. ഒരു റെവലേഷന്റെ വാതിൽ ഞാൻ നിനക്ക് തുറക്കാം. ആ വെളിപ്പാടിൽ ആദ്യം നീ കാണുന്നത് അസാധ്യമാണ്. മനസ്സിലായില്ല? ആ വെളിപ്പാടിൽ ആദ്യം നീ കാണുന്നത് നടക്കാത്ത കാര്യം, ആർക്കും കഴിയാത്ത. സ്തോത്രം. യോഹന്നാൻ ആദ്യം കാണുന്നത് എന്താ? ഈ മുദ്ര പൊട്ടിക്കാൻ ആർക്കും കഴിയാത്തത് യോഹന്നാൻ ആദ്യം കാണുന്നേ. അപ്പൊ യോഹന്നാൻ ഈ വെളിപ്പാടിൽ ആദ്യം കണ്ടത് ഒരു ദൂതൻ, ബലവാനായ ദൂതൻ വിചാരിച്ചിട്ടും ഈ പുസ്തകത്തിന് മുദ്ര എത്തിയാൻ പറ്റിയില്ല, പൊട്ടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇത് കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങിയപ്പോ അവൻ തമ്പുരാൻ പറയുക, കരയണ്ട, ഇത് ആർക്കും കഴിയാത്തൊരു കാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളുണ്ട്. അവൻ അതിനുവേണ്ടി ജയം പ്രാപിച്ചിരിക്കുന്നു. അവനാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ, യോഹന്നാന്റെ മുമ്പിൽ കർത്താവ് ഈ വെളിപ്പാടിന്റെ വാതിൽ തുറന്നു കൊടുത്തപ്പോ, സ്തോത്രം, യോഹന്നാന്റെ അകത്തൊരു വലിയ ധൈര്യം കിട്ടി. ഒരുത്തനുണ്ട്. മനസ്സിലായില്ല? പൊട്ടിക്കാൻ പറ്റാത്തത് പൊട്ടിക്കാൻ ഒരുത്തനുണ്ട്. ദൂതന്മാർ പരാജയപ്പെട്ടു പോകുന്ന മേഖലയിൽ ചലിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇതാ നിന്നെ ഈ വെളിപ്പാടിന്റെ വാതിൽ ദൈവം തുറന്നു കാണിച്ച്. നിങ്ങൾ കണ്ടേ? വെളിപ്പാടിന്റെ വാതിൽ തുറന്നപ്പോ യോഹന്നാൻ കണ്ടത് ആർക്കും കഴിയാത്തത് ചെയ്യുന്ന ഒരുത്തനുണ്ടെന്ന. ഇത് ബിജുടെ വിളിച്ചാൽ എത്ര പറഞ്ഞാൽ എന്റെ അകത്ത് കയറത്തില്ല. ഇത് കേരളം ഞാനിത് കാണണം. നിങ്ങൾ ശ്രദ്ധിച്ച, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം. കരമുയർത്തി രാമയും പറഞ്ഞാട്ടെ. ഇപ്പൊ എന്റെ പിതാവ് കൃഷ്ണകുമാർ പാസ്റ്റർ ഭ്രാന്തനായിട്ട് നടന്ന് കർത്താവ് സൗഖ്യമാക്കിയതാണ്. ഞാനത് കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹം പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? കൊച്ചുപ്രായം മുതലേ കാണാതെ സാക്ഷി അറിയാം, കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എന്നെ നേരെയാക്കിയാൻ പറ്റിയില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്നിട്ടും ഞാൻ ഈ ദൈവത്തെ വിട്ടുപോയി. എന്നിട്ടും മോനെ, അറിയപ്പെടുന്ന ഒരു ദൈവദാസന്റെ മകനായിരുന്നു. ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ഭ്രാന്തന്മാരെ കെട്ടടിക്കുന്നത് എല്ലാം കൊച്ചുപ്രായം മുതലേ കണ്ടു വളർന്നതാ. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഒരു കാലം കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തെ എനിക്ക് വേണ്ട. നിങ്ങളുടെ തലമുറ തിരിഞ്ഞു പോയതുപോലല്ലേ ഞാൻ പോയേ. ഇത് കൊച്ചുപ്രായം മുതലേ ഞാൻ കണ്ടിട്ട്
ഞാൻ പറഞ്ഞു ഇതോ ഈ ദൈവമൊന്നും ഇല്ലെന്ന്, ഈ ദൈവത്തെ ഒന്നും വേണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി വീട്ടിൽ നിന്ന് പോകുന്നേ. ഈ ദൈവത്തിലുള്ള വിശ്വാസം മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു. പെന്തക്കോസ് കളിപ്പീരാണെന്ന് ഞാൻ പറഞ്ഞു, പ്രവാചകന്മാർ കള്ളന്മാരാന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? എന്താ കാര്യം എന്നറിയോ? എന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് ലഭിച്ചില്ല, തുറന്ന് കിട്ടിയപ്പോൾ ദൂത് കിട്ടിയോ? ഇപ്പൊ മനസ്സിലായി എന്തുവാന്ന്? 2004 കർത്താവ് എനിക്ക് കർത്താവിന്റെ വെളിപ്പാട് തുറന്ന് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി കൃഷ്ണകുമാർ പാസ്റ്റർ പറഞ്ഞത് സത്യമാണ്. ഇത് വെളിപ്പെടാത്തിടത്തോളം കാലം നീ രക്ഷപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, പത്മോസിന്റെ വിടുതലല്ല നിന്റെ വിഷയം. വിശ്വാസത്തിൽ നിൽക്കാൻ, പ്രത്യാശയിൽ നിൽക്കാൻ, ധൈര്യത്തോടെ നിൽക്കാൻ. ഞാൻ നിങ്ങളെയൊക്കെ വഴക്ക് പറയുന്നെങ്കിലും വിഷമം കൊണ്ട് വഴക്ക് പറയും. എനിക്കറിയാം ഈ വെളിപ്പാട് തുറക്കാതെ ഒന്നും കിട്ടത്തില്ലെന്ന്. കേട്ടോ സഹോദരന്മാരെ, നിങ്ങളെയൊക്കെ ശക്തമായി നിങ്ങളുടെ പല കാര്യങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കുമെങ്കിലും പലതിനെ ഞാൻ അംഗീകരിക്കത്തില്ലെങ്കിലും എനിക്ക് ഒരു വിധത്തിൽ അറിയാം ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വെളിപ്പാട് കിട്ടണം, ഇത് തുറക്കണം. ഇത് തുറന്നാൽ നീ രക്ഷപ്പെട്ടു. ലോഗോസിനകത്തുള്ള ദൈവമക്കൾക്ക് ഇത് തുറന്നാൽ രക്ഷപ്പെട്ടു. ഇത് തുറന്ന യോഹന്നാൻ എന്താ കണ്ടത്? ആർക്കും പറ്റാത്തത്, ആർക്കും പറ്റത്തില്ലെന്ന് പുള്ളി ഇരുന്ന് കരയുക. തമ്പുരാൻ പറഞ്ഞു കരയാതിരിക്കടാ, കരയാതിരിക്ക. സ്തോത്രം. നീ അടുത്തത് കണ്ടോ? ഞാൻ ഒരാളെ കാണിച്ചു തരാം. അത് മറ്റാര്യമല്ല, ആർക്കും കഴിയാത്തത്. ഓ, വൈദ്യന്മാർക്ക് കഴിയാത്തത്, ഡോക്ടേഴ്സിന് കഴിയാത്തത്, പൈസയ്ക്ക് കഴിയാത്തത്, ബന്ധങ്ങൾക്ക് കഴിയാത്തത്, മനുഷ്യന് കഴിയാത്തത്, ഈവൻ ദൂതന്മാർക്ക് പോലും കഴിയാത്തത്. കഴിയാത്തത് ചെയ്യുന്ന 1 അല്ല 7 മുദ്രയും സെക്കൻഡ് കൊണ്ട് പൊട്ടിക്കുന്ന ഒരുത്തൻ. ഈ വെളിപ്പാടങ്ങോട്ട് കിട്ടിയാൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയും, യോഹന്നാന്റെ അകത്ത് പിന്നെ പത്മോസ് ഒരു വിഷയമല്ല. യേശുവിന്റെ നാമത്തിൽ യോഹന്നാൻ പറയും, എന്നാ പത്മോസ്? അവൻ എന്റെ മുമ്പിൽ ഈ പത്മോസ് നിൽക്കത്തില്ല. കാര്യം ഒരുത്തനെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ആർക്കും കഴിയാത്തത് ചെയ്യുന്നവൻ. മനസ്സിലായോ? പിന്നെ യോഹന്നാന് പത്മോസ് ഒരു വിഷയമല്ല. യോഹന്നാന്റെ അകത്ത് പിന്നെ ലഭിക്കുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ ഈ പത്മോസിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. എൻ്റെ ഈ പ്രശ്നം എൻ്റെ അവസാനമല്ല, എൻ്റെ ഈ തകർച്ച എൻ്റെ അവസാനമല്ല എന്നൊരു വലിയ ഉറപ്പ്. വെളിപ്പാടിന്റെ കലവറകൾ തുറക്കപ്പെട്ട ഒരു ദൈവവൈദ്യന് ലഭിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി ലോഗോസ് ചർച്ചിനകത്ത് അങ്ങനെ ചില വാതിലുകൾ ദൈവം തുറക്കട്ടെ. പ്രാർത്ഥനയിൽ വിശ്വാസം വർദ്ധിക്കുന്ന, അഭിഷേകത്തെ അംഗീകരിക്കുന്ന, അവൻ ദൈവകൃപയെ തിരിച്ചറിയുന്ന, അവൻ ചില ആത്മീക ബോധ്യങ്ങളുള്ള വെളിപ്പാടുകൾ തുറക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. ഇങ്ങനെ ഓരോ അധ്യായങ്ങളും അങ്ങോട്ട് ചിന്തിച്ചു പോയാൽ അതിനകത്ത് കിടക്കുന്നത് മൊത്തവും അസാധാരണമായ കാര്യങ്ങളാണ്. ഇന്ന് രാത്രിയിൽ ഈ പകൽ എത്ര ദൈവമക്കളുടെ ഉള്ളിൽ അവരൊരു പ്രാർത്ഥന ഉണ്ടാകും. കർത്താവേ, അവിശ്വാസം ഇടയ്ക്കിടയ്ക്ക് വരുന്ന, സംശയം ഇടയ്ക്കിടയ്ക്ക് വരുന്ന, യേശുവിന്റെ നാമത്തിൽ ആത്മീയ അനുഭവങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയാതെ അവ എന്നെ നിരാശപ്പെടുത്തുന്ന ഈ പത്മോസിന്റെ അകത്തു നിന്ന് എനിക്കൊരു വിടുതൽ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കത്തക്ക രീതിയിലുള്ള ചില വെളിപ്പാടുകൾ എൻ്റെ മുമ്പിൽ കർത്താവെന്ന് തുറക്കണമേ. യേശു ആരാണെന്ന് തിരിച്ചറിയാനുള്ള വെളിപ്പാടുകൾ എൻ്റെ മുമ്പിൽ തുറക്കണമേ. പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര നാള് ദൈവത്തെ ആരാധിച്ചാലും യേശു ആരാണെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയത്തില്ല. ശക്തിയുള്ളൊരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങളെന്നും കുലുങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ തമ്പുരാൻ യോഹന്നാന് വേണ്ടി പത്മോസിന്ന് പുറത്തു വരാനുള്ള വാതിൽ തുറക്കുന്നതിന് മുൻപേ യോഹന്നാന്റെ മുമ്പിൽ ആർക്കും കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന ആ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാന്റെ മുമ്പിൽ ദൈവം തുറന്നങ്ങ് കാണിച്ചു.
ഇന്ന് പകൽക്കാലം ദൈവമക്കളുടെ മുമ്പിൽ ദൈവം അത് തുറക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നൊരു വാതിൽ ദൈവത്തിനത് തുറന്നു തരാൻ ആഗ്രഹമുണ്ട്. ചങ്ങലക്കകത്ത് കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തി ബൈബിളും മടക്കി വെച്ച് അവൻ വീട്ടിലിരിക്കുന്നതല്ല, പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വാതിൽ എൻ്റെ കർത്താവിന് നമ്മുടെ മേൽ തുറക്കാൻ ആഗ്രഹമുണ്ട്. വചനത്തിൻ്റെ വാതിൽ എൻ്റെ കർത്താവിന് നമ്മുടെ മേൽ തുറക്കാൻ ആഗ്രഹമുണ്ട്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വായ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് പകൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വാതിലല്ല നീ എനിക്കായി തുറക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നതെല്ലാം നടക്കണമെന്നില്ല. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് പലതും നടക്കും. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് പലതും സംഭവിക്കും. പക്ഷെ അതിൻ്റെ നടുവിലും നിനക്കുറപ്പോടെ നിൽക്കാൻ ദൈവം നിനക്കൊരു വാതിൽ തുറക്കാൻ പോകുന്നു. കടഭാരത്തിനകത്ത് കിടക്കുമ്പോഴും, ഞെരുക്കത്തിന് അകത്ത് കിടക്കുമ്പോഴും, ഒറ്റപ്പെട്ട സാഹചര്യത്തിനകത്ത് കിടക്കുമ്പോഴും കർത്താവിലുള്ള വിശ്വാസം ഒട്ടും കുറയാതിരിക്കാൻ, അവൻ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് എന്നും വിളിച്ചു പറയാൻ, നിന്റെ മുമ്പിൽ നിരാശകൾ പറയുന്ന പിശാചിന്റെ വായടപ്പിക്കത്തക്ക രീതിയിൽ പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും വാക്കുകൾ പറയാൻ നിന്നെ സാധ്യമാക്കുന്നൊരു വാതിൽ എന്റെ കർത്താവിന് തുറക്കാൻ ആഗ്രഹമുണ്ട്, യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഏതാ ഇന്ന് പകൽ വലിയത്? വലിയ വാതിൽ ഏതാ? നിന്റെ ശരീരം രക്ഷപ്പെടുന്നതല്ല, നിന്റെ ആത്മമനുഷ്യൻ വെളിപ്പാടുകളിൽ കയറുന്നതാ നിന്റെ മുൻപിൽ ഏറ്റവും വലിയ വാതിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോയി, അത് നമ്മുടെ തലമുറകൾക്ക് ഇല്ലാതായി പോയി. അവൻ നമ്മൾ കണ്ട കർത്താവിനെ അവർക്ക് കാണാൻ പറ്റാതെ പോയി. ഞാൻ കണ്ട യേശുവിനെ നിങ്ങൾക്ക് പലർക്കും കാണാൻ പറ്റാതെ പോയി. ഇന്ന് പകൽ പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങനെ ഒരു വാതിൽ എനിക്കായി കർത്താവ് തുറക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിന്റെ പത്മോസിൽ നിനക്കൊരു വിടുതലുണ്ടോ? ഉണ്ട്. നിന്റെ പത്മോസിൽ നിനക്കൊരു വിടുതലുണ്ടോ? ഉണ്ട്. പക്ഷെ ആ സമയം വരെ പിടിച്ചു നിൽക്കണം. അതിന് ഈ വാതിൽ തുറന്നേ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾ എത്ര ചവിട്ടി, എത്ര ബഹളം വെച്ച്, എത്ര അലച്ചു വിളിച്ച് മുമ്പോട്ട് പോയാലും ദൈവത്തിന്റെ സമയത്ത് മാത്രമേ ഈ പറയപ്പെട്ട വാതിലുകൾ തുറക്കൂ. പക്ഷെ അവിടം വരെ നിൽക്കണമെങ്കിൽ വെളിപ്പാടിന്റെ വാതിൽ തുറക്കണം. എങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ നീ ബുദ്ധിമുട്ട് അനുഭവിക്കും. നിന്റെ വിടുതലുകൾ കാലതാമസം വരുമ്പോൾ, നിന്റെ വാഗ്ദത്തങ്ങൾ പലതിൽ ലഭ്യമാകാതെ പോകുമ്പോൾ, ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും പോകുമ്പോൾ, കരമുയർത്തിയ രാമ്യം പറഞ്ഞാട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഈ പറയുന്നത് അതുപോലെ നിങ്ങളുടെ അകത്തുനിന്ന് കയറണം. അബ്രഹാമിന് ദൈവം തലമുറയെ കൊടുത്തപ്പോൾ എത്രാം വയസ്സിലാ കൊടുത്തേ? 100-ാമത്തെ വയസ്സിൽ ദൈവം തലമുറ കൊടുത്തു. 75-ാമത്തെ വയസ്സിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. 24 വർഷം കിട്ടിയില്ല. റോമാലേഖനം പറയുന്നു, അവൻ വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല. വായിച്ചിട്ടുണ്ടോ? അവൻ വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? സാറയുടെ ഉദരത്തിന്റെ വാതിൽ ദൈവം തുറന്നത് സാറയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാ? 90 വയസ്സ്. 90 വയസ്സുള്ളപ്പോൾ സാറയുടെ ഉദരത്തിന്റെ വാതിൽ ദൈവം എന്ത് ചെയ്തു? തുറന്നു. അതിന് 10-24 വർഷം മുമ്പ് ഇവൾ ദൂത് കേട്ടതാ. പക്ഷെ ആ വാതിൽ തുറന്നത് 24 വർഷങ്ങൾ കഴിഞ്ഞിട്ടാ. പക്ഷെ ആ 24 വർഷവും ഇവൾ വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല. അബ്രഹാമും സാറയും. കാര്യം എന്താണെന്നറിയോ? കർത്താവ് ഒരു വാതിൽ തുറന്നു. അത് വിശ്വാസത്തിന്റെ വാതിലായിരുന്നു, വെളിപ്പാടിന്റെ വാതിലായിരുന്നു. അബ്രഹാമിനോട് ദൈവം തന്റെ തലമുറയെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന ഭാഗം എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ. ആമീൻ. എൻ്റെ തലമുറയെ
ഇല്ലാത്തതിൽ നിന്ന് ഉളവാക്കിയ ദൈവത്തിന് സ്തോത്രം. എൻ്റെ തലമുറയെ എൻ്റെ ജീവിതത്തിൽ തിരിച്ചു തരാൻ കഴിയും. അവനെ ഞാൻ യാഗം കഴിച്ചാലും എൻ്റെ തലമുറയെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചത് മറ്റൊരു വാതിൽ തുറക്കപ്പെട്ടതോടുകൂടാ. രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ വാതിൽ ദൈവം തുറക്കും. പക്ഷെ അവന്റെ സമയത്തെ അത് തുറക്കൂ. ആ സമയം വരെ നിനക്ക് നിൽക്കണമെങ്കിൽ മറ്റൊരു വാതിൽ തുറക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അബ്രഹാമിനും സാറയ്ക്കും ദൈവം ഒന്നാമത് തുറന്നു കൊടുത്ത വാതിൽ ഉദരത്തിന്റെ വാതിലല്ല, അവൻ തലമുറയുടെ വാതിലല്ല. ദൈവം തുറന്നു കൊടുത്തത് വെളിപ്പാടിന്റെ വാതിലാ. വെളിപ്പാടിന്റെ വാതിൽ തുറന്ന് കിട്ടിയ അബ്രഹാമിന് അറിയാം അത്ഭുതം നടന്നിരിക്കും. കാലങ്ങൾ മുൻപോട്ട് പോയാലും ദിവസങ്ങൾ വൈകിയാലും ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറത്തില്ല. ഇന്ന് പകൽ അത് ഏറ്റെടുക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ ദൈവത്തെ വിട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്ന അബ്രഹാം, ദൈവത്തെ മറന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്ന അബ്രഹാം, ക്ഷീണിച്ച് മടുത്തു പോകാൻ സാധ്യതയുണ്ടായിരുന്ന അബ്രഹാം, ക്ഷീണിച്ചു പോകാതെ നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ദൈവം മറ്റൊരു വാതിൽ തുറന്നു കൊടുത്തു. അത് റെവലേഷന്റെ വാതിലാ, അത് വെളിപ്പാടിന്റെ വാതിലാ, അത് പ്രാർത്ഥനയുടെ വാതിലാ, അത് വിശ്വാസത്തിന്റെ വാതിലാ. എല്ലാ ശിരസ്സുകളിലേക്കും നിങ്ങളുടെ കരങ്ങളെ വെച്ചേ. എല്ലാ ശിരസ്സുകളിലേക്കും കരങ്ങളെ വെച്ചേ. വാഗ്ദത്തങ്ങൾക്ക് കാലതാമസം വരും. പ്രാർത്ഥനയുടെ മറുപടി വൈകും. ഉദ്ദേശിച്ചതുപോലെ പലതും നടന്നില്ലെന്ന്. പക്ഷെ ആ ദൈവപ്രവൃത്തിയുടെ ടൈം വരെ ഞാൻ എത്തേണ്ടതിന് ഇപ്പോൾ മുതൽ എനിക്കൊരു വാതിൽ ദൈവം തുറക്കണം. അതാ വെളിപ്പാടിന്റെ വാതിലാണ്, പ്രാർത്ഥനയുടെ വാതിലാണ്, വിശ്വാസത്തിന്റെ വാതിലാണ്. അത് തുറക്കപ്പെട്ടാൽ ഇന്നത്തെ നിന്റെ ഏത് സാഹചര്യത്തെയും നോക്കി നീ പിറുപിറുക്കത്തില്ല, നീ നിരാശപ്പെടത്തില്ല, നീ സംശയം പറയത്തില്ല. കാര്യം ഈ വാതിൽ ദൈവം തുറന്നു തന്നിരിക്കുക. നിങ്ങളുടെ ദൈവദാസനെ കെയർ ഓഫിൽ നിങ്ങൾക്ക് ഒത്തിരി നാൾ നിൽക്കാൻ കഴിയില്ല. പക്ഷെ ഈ വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നാൽ നിങ്ങളുടെ ജീവിതം നിലനിൽക്കും. നിങ്ങളുടെ ജീവിതം നിലനിൽക്കും. ഇന്ന് പകൽക്കാലം ആ ഒരു വാതിലാ ഒന്നാമത് ദൈവം തുറന്ന് യോഹന്നാന് കൊടുത്തത്. പത്മോസിന്ന് ഞാൻ എന്നെ വിടുവിക്കാം യോഹന്നാനെ, പക്ഷെ ഇപ്പോൾ നിനക്ക് ആവശ്യം ആ വാതിലല്ല. ഇപ്പോൾ നിനക്ക് ആവശ്യം ഞാൻ ആരാണെന്ന് നീ അത് തിരിച്ചറിയുന്ന വാതിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് യോഹന്നാന് വേണ്ടി തുറന്നതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും തലമുറകളുടെ മേലും അങ്ങനൊരു വാതിൽ ഓപ്പൺ ആകട്ടെ കർത്താവേ. പ്രാർത്ഥിച്ച് കയറാൻ കഴിയാത്ത മണ്ഡലങ്ങളില്, വിശ്വസിച്ച് മുന്നേറാൻ കഴിയാത്ത മേഖലകളില്, ആരാധിച്ച് കയറാൻ കഴിയാത്ത മേഖലകളില് അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന എല്ലാ ബ്ലോക്കുകളെയും യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ ദൈവാത്മാവ് തകർക്കട്ടെ. അടകം ബൗഡം ഭക്ഷകം ധരാതിയാന യേശുവിന്റെ നാമത്തില് ഒരു പ്രത്യേകമായ അവൻ ദൈവപ്രവൃത്തിയുടെ വാതിലുകൾ ഇപ്പോൾ മുതൽ ജനത്തിനു വേണ്ടി തുറക്കട്ടെ. നിന്റെ ദാരിദ്ര്യത്തിന്റെ വാതിൽ ദൈവം നാളെ തുറക്കും. നിന്റെ പട്ടിണിയുടെ വാതിൽ ദൈവം തുറക്കും. നിന്റെ ഇല്ലായ്മയുടെ വാതിൽ ദൈവം തുറക്കും. പക്ഷെ അവിടം വരെ എത്തണമെങ്കിൽ ഇന്ന് പകൽ മറ്റൊരു വാതിൽ തുറക്കണം. നിന്റെ കുഞ്ഞിന്റെ ഭാവി നീ കാണും. പക്ഷെ അവിടം വരെ നീ എത്തണമെങ്കിൽ മറ്റൊരു വാതിൽ തുറക്കണം. വിശ്വാസത്തിന്റെ, പ്രാർത്ഥനയുടെ, അഭിഷേകത്തിന്റെ, വെളിപ്പാടിന്റെ. അതാ യോഹന്നാന് വേണ്ടി ദൈവം അങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുത്തേ. ഇന്ന് പകൽ അതങ്ങോട്ട് തുറക്കപ്പെട്ടാലുണ്ടല്ലോ, നീ പറയുന്ന വാക്കുകൾ കരുത്തുള്ളതായിരിക്കും. നിന്റെ വിശ്വാസം കരുത്തുള്ളതായിരിക്കും. അവൻ നിന്റെ പ്രത്യാശ കരുത്തുള്ളതായിരിക്കും. പിന്നെ നിന്നെ ക്ഷീണങ്ങൾക്ക് പിടിച്ചൊതുക്കാൻ കഴിയത്തില്ല. നിന്റെ ആത്മീക ജീവിതം പിന്നെ സൃഷ്ടിച്ചതായിരിക്കത്തില്ല. അത് ശക്തിയുള്ളതായിരിക്കും. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഈ വെളിപ്പാട് നീ തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇങ്ങനൊരു വാതിലുണ്ട്, അത് എനിക്ക് വേണം, എനിക്ക് വേണം. ഞാൻ ഒത്തിരി വാതിലുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ദൈവസമയത്തെ തുറക്കൂ. പക്ഷെ ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിച്ച് തുറക്കേണ്ടതൊരു വാതിലുണ്ട്.
അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് വചനത്തിന്റെ വാതിൽ തുറക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അത് പ്രാർത്ഥിച്ചു തുറന്നു. കാരാഗ്രഹത്തിനകത്ത് കിടക്കുക പൗലോസ്, പക്ഷെ താൻ പ്രാർത്ഥിച്ചത് വചനത്തിന്റെ വാതിൽ തുറക്കണമെന്ന്. അതെന്താ പൗലോസേ? കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കണ്ടേ? വേണം. അത് ദൈവം തന്റെ സമയത്ത് തുറന്നോളും. പക്ഷെ എനിക്കിപ്പോൾ ആവശ്യം അതിനേക്കാൾ വലിയത്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും കൊലോസിയ സഭയോട് പൗലോസ് പറയുന്നു, വചനത്തിന്റെ വാതിൽ തുറക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി. മോനെ ബിജനെ, അപ്പോൾ പൗലോസ് എവിടെ കിടക്കുന്നത് അറിയോ? കാരാഗ്രഹത്തിലാ. കാരാഗ്രഹത്തിൽ തുറക്കണ്ടേ? അതല്ലേ മെയിൻ വിഷയം. പക്ഷെ പൗലോസിന്റെ പ്രാർത്ഥന വചനത്തിന്റെ വാതിൽ തുറക്കണം. പൗലോസിന്റെ പ്രാർത്ഥന കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നതിനേക്കാൾ വചനത്തിന്റെ വാതിൽ തുറക്കണമെന്നായിരുന്നെങ്കിൽ ഇന്ന് പകൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ ചില വാതിലുകൾ എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുക. ബൈബിള് വായിക്കുമ്പോൾ നിനക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ, അത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ, നീ പ്രാർത്ഥിക്കണം, കർത്താവേ ഇതിന്റെ വാതിൽ തുറക്കണം, ഇതിന്റെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഈ വിഷയത്തിൽ, ഈ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തുറക്കുന്ന വാതിലുകൾക്കായി സ്തോത്രം. അത് ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങളുടെ തലമുറകൾക്ക് ആവശ്യമാണ്. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകാതിരിക്കേണ്ടതിന്, ഞങ്ങളുടെ തലമുറകൾ കർത്താവിനെ വിട്ടു പോകാതിരിക്കേണ്ടതിനും, അവർ പാപത്തിൽ പോകാതിരിക്കേണ്ടതിനും, കർത്താവെ, രാജ്യങ്ങളുടെ വാതിലല്ല അവർക്ക് വേണ്ടി തുറക്കേണ്ടത്, അങ്ങാരാണെന്ന് മനസ്സിലാക്കാനുള്ള ആ റെവലേഷന്റെ വാതിൽ അവർക്ക് തുറക്കണമേ. പ്രാർത്ഥിക്കാനുള്ള വാതിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. വചനത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.